സന്തോഷ വാർത്തയാണ്. അത് വഴിയെ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പടിഞ്ഞാറത്തറ പോവാണ് ഉമ്മച്ചിൻ്റെ വീട്ടിലേക്ക്. അതെ, നിൽക്കാൻ പോവുകയാണ്. ഇതും നല്ല സന്തോഷ വാർത്ത. വേറൊരു സന്തോഷ വാർത്ത ഉണ്ട്, ഞങ്ങൾ വഴിയെ അറിയിക്കാം. നിങ്ങൾ വിചാരിക്കും ജാംജൂം പോലെയാണ്. ജാംജൂം പോലെ ഇത്രക്ക് സന്തോഷ വാർത്തയാണ്. കണ്ടില്ലേ ഐസ്ക്രീമോ? ഞാൻ മദ്രസ കൊണ്ടുവന്ന ബാഗിലാണ് ഞങ്ങളുടെ ഡ്രസ്സ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിലാണ് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. കാർ ഉപ്പച്ചി പണിക്ക് പോയതാ. കാർ എടുക്കാത്തത് ഉപ്പച്ചി പണിക്ക് പോയി. ഉപ്പച്ചിക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ അറിയുള്ളൂ അല്ലേ? മറ്റേ സ്കൂട്ടി ഓടിക്കാൻ അറിയാം. സ്കൂട്ടി ഓടിക്കാൻ അറിയാം. വേറെ ആർക്കും അറിയില്ല. വേറെ വലിയപ്പച്ചക്കറിയാം സ്കൂട്ടി ഓടിക്കാൻ അല്ലേ? അതെ, കാറും സ്കൂട്ടി. ഞാൻ വിചാരിച്ച ബസ് കേൾക്കുന്നത്. അപ്പോൾ ബസ് ഇപ്പം വരും. എത്ര മണീൻ്റെ ബസ്സിനാണ് നമ്മൾ പറയുന്നത്? 11 മണീൻ്റെ ബസ്സിനാണ് നമ്മൾ പോകുന്നത്. 9 മണീൻ്റെ ബസ്സിന് പോകാത്തത് ഞങ്ങൾക്ക് മദ്രസ ഉണ്ടായതുകൊണ്ട്. എൻ്റെ മദ്രസ വിടുമ്പോഴാണ് എന്താ 9 മണീൻ്റെ ബസ് പോകുന്നത്. കാലം കുറേ ലഗേജ് ഉണ്ട്. നിങ്ങൾ ജക്കിയിൽ ബുക്കൊക്കെ അല്ലേ ഇട്ടാണ് ഇങ്ങനെ ചുറ്റി കളിക്കുന്നത്. ബുക്കൊന്നുമില്ല. ഞങ്ങൾ ബുക്കൊക്കെ മാറ്റി. എന്താ പണി? ടവൽ എടുക്കാൻ പറ്റുന്നു. അപ്പോൾ പടിഞ്ഞാറത്തറ നിൽക്കാൻ പോകുന്നതാണ് സന്തോഷ വാർത്ത എന്ന് എല്ലാവരും വിചാരിക്കും. അതല്ല, വേറൊരു സന്തോഷ വാർത്തയുണ്ട്. എന്തിനാ ഇന്നെ നേരത്തെ അടിച്ചത്? ഞങ്ങൾ ഇങ്ങനെ അടി കൂടാറുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത് ഗൈസ്. അടങ്ങിക്ക്. അപ്പം ഗൈസ്, നമ്മൾ ബസ് കയറിയിട്ടുള്ള വീഡിയോ കാണാം. അപ്പം ഗൈസ്, ബസ് മേലൊക്കെ പോയിട്ടുണ്ട്. ഉമ്മച്ചി അനിയത്തി മുന്നിക്ക് കിടക്കുന്നുണ്ട്. ഇപ്പച്ചിയുണ്ട് കൂടെ. ഇപ്പച്ചി എന്താ പണിസ്ഥലത്ത് നിന്ന് ചായ കുടിക്കാൻ വന്നതാണ്. ഇവിടെ അടുത്താണ്. അതുകൊണ്ട് ഇപ്പച്ചിൻ്റെ പവർ പോവാണ്. നമുക്കും കൂടെ പോവാം. ബസ് മേൽ പോയിട്ടുണ്ട്. വല്യപ്പച്ചി കടയിലുണ്ടാവും സാധനങ്ങൾ. വലിയപ്പച്ചി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സാധനം വാങ്ങും. കടയ്ക്കുള്ള സാധനങ്ങൾ വലിയപ്പച്ചി കടയിലുണ്ടാവും. ഇതാ അങ്ങനെ പോവാണ്. കടൻ്റെ അവിടെ നിൽക്കണം, എന്നാലേ ബസ് കിട്ടുള്ളൂ. നമ്മളിതാ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വലിയപ്പച്ചനെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് വലിയപ്പച്ചനെ കാണാം. വലിയപ്പച്ച അതാ കടയിലുണ്ട് കേട്ടോ. സാധനങ്ങൾ ഇറക്കി വെക്കാണ്. അതാ നമ്മളെ വീട് കാണുന്നു. അതാ എടുക്കുന്നതാ. അതാണ് നമ്മളെ വീട് കേസ്. വീട് ഞങ്ങൾ വലിയപ്പച്ചിൻ്റെ കടയിൽ നിന്ന് ഒരു മുട്ടായി വാങ്ങിയാണ്. കിട്ടി. ഞാൻ ശോഭാസ് വാങ്ങി. മിന്നു ഏതാ വാങ്ങിയേ? നോക്കട്ടെ. മിന്നു ഈ ജെല്ലി വാങ്ങിയിട്ടാ. ഇത് അവിടുന്ന് നീക്കി. അസ്സലാമലൈക്കും. മിന്നു സലാം പറ. വയറുവേദനായിട്ട് ഇരിക്കുകയാണ്. ബസ് വന്നു. ഞങ്ങളിതാ
ബസ് കയറുകയാണ്. കയറി ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി വെങ്ങപ്പള്ളി. ടിക്കറ്റൊക്കെ കിട്ടി നമ്മളിതാ ഇങ്ങനെ പോവുകയാണ്. ഞങ്ങൾ വെങ്ങപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് നടന്നിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ കയറണം. ഇനി ഇവിടുന്ന് നടന്ന് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് അവിടെ നിന്നൊരു ബസ് കയറണം. വലിപ്പച്ചിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ ഷോബാസാണിത്. ഞങ്ങളിതാ പോകുന്ന വഴി ഇങ്ങോട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഇളനീർ വെള്ളം വാങ്ങി കുടിച്ചിട്ടാണ്. വണ്ടി വന്നു, ബസ് വന്നു. ബസ്സിലേക്ക് നമ്മളിതാ കയറുകയാണ്. ഞങ്ങളിതാ ബസ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെങ്ങപ്പള്ളി വരെ KSRTC വെങ്ങപ്പള്ളി നിന്ന് പടിഞ്ഞാറത്തറ വരെ പോകണം. ഒരു പ്രൈവറ്റ് ബസ്സിൽ പോകണം. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പടിഞ്ഞാറത്ത് എത്തിയിട്ടുണ്ട്, ഞങ്ങളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷ വാർത്ത നമുക്ക് കാണാം. ഇന്ന് പിടിക്കേ, ഇങ്ങോട്ട് നോക്ക്, പിടിക്കേ. അപ്പോൾ ഗൈസ് മിന്നുക്കുള്ള വാച്ച് കിട്ടി. നോക്കട്ടെ മിന്നു. ഇതാണ് മിന്നുക്കുള്ള വാച്ചിട്ടാ.
ആകില്ല. അങ്ങനെയല്ല ആ ആണ് കുക്കു ചിഞ്ചു സുവാട് ഗൈസ് എല്ലാവരും കണ്ടില്ലേ, അനിയത്തിൻ്റെ ഫസ്റ്റ് കൊടുത്തു. അത് ഉമ്മച്ചിൻ്റെ ഏട്ടത്തിൻ്റെ മൂത്ത മോളാണ് ചിഞ്ചു കൊടുത്തത് അനിയത്തിക്ക്. പിന്നെ കൊടുത്തത്, പിന്നെ തന്നത് എനിക്കാണ്. പിന്നെ ഇതാക്കിയത് എനിക്ക് തന്നത് എൻ്റെ മൂത്തുവിൻ്റെ മോനാണ്, ഏറ്റവും ഇളയ മോന്. മൂത്തുന്ന് വെച്ചാൽ അമ്മച്ചിൻ്റെ ഏട്ടത്തിട്ടാ. അപ്പോൾ പിന്നെ കൊടുത്തത്, പിന്നെ ഒരു നീല അച്ചണ്ടിയില്ലേ, അത് കൊടുത്തത് എൻ്റെ അമ്മച്ചിൻ്റെ ഒരു ഇളയ മോളാണ്, ഏട്ടത്തിൻ്റെ ഇളയ മോള്. അത് ലൂലിക്കാണ് കൊടുത്തത്, അമ്മച്ചിൻ്റെ ആങ്ങളൻ്റെ മോൾക്കാണ് കൊടുത്തത്. അപ്പോൾ ഗേസ് ഇതാണ് എൻ്റെ വാച്ച്, ചോപ്പ് വാച്ച്. അവർ ഗൾഫിൽ നിന്ന് കൊടുത്ത് വെച്ചതാട്ടെ. ഇതിൽ ഡേറ്റൊക്കെ ഉണ്ട്. ഇതിൽ ഡേറ്റ് കാണുന്നത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഞാൻ തിരിച്ചാ പിടിച്ചേക്കുന്നത്, കാണിച്ചു തരാം. കണ്ടില്ലേ, 22-ാം തീയതിയാണ് ഇതിൽ ഡേറ്റ് കാണിക്കുന്നത്. സമയം ശരിയാണോ എന്നറിയില്ല. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ചുവപ്പ് കളറ്. പിന്നെ ഉമ്മച്ചിൻ്റെ ഉമ്മച്ചിൻ്റെ ആങ്ങളൻ്റെ മൂത്ത മോൾക്കുണ്ട്. അവൾ ഒരു പേരക്കൂടലിന് വയ്ക്കുകയാണ്. അവൾ വന്നിട്ട് അവൾക്ക് കൊടുക്കും. ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ.